ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമാ. സ്നേഹമുള്ള സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് റബ്ബിൻ്റെ ദീൻ അറിയാനും മനസ്സിലാക്കാനും നമുക്ക് ദർസിലൂടെ റഹ്മാനായ റബ്ബ് അവസരം നൽകിയിരിക്കുകയാണ്. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാനുമൊക്കെ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം നിസ്കാരത്തിൽ വരുത്തുന്ന 10 അബദ്ധങ്ങളെക്കുറിച്ചാണ്. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ സാധാരണ പല സഹോദരിമാരിലും ഉണ്ടാകാറുള്ള 10 അബദ്ധങ്ങൾ. പക്ഷെ നിങ്ങൾ റെഡിയാണെങ്കിൽ ജസ്റ്റ് ആർന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. എന്തുകൊണ്ടാണ് നിസ്കരിക്കണം അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം, പഠിക്കണം എന്നൊക്കെ ആവർത്തിച്ചു പറയാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറിയ ഒരു വാചകം ഇതിൽ എല്ലാം ഉണ്ട്. ഇന്ന അവ്വലമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തുഹു. നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, വിചാരണക്ക് വേണ്ടി നിൽക്കുമ്പോൾ, എത്ര ബേജാറോടെ, എത്ര പേടിയോടെ മനുഷ്യൻ്റെ ഹൃദയം തൊണ്ടക്കുഴിയിലെത്തി നിൽക്കുന്ന ആ ഒരു ഭയാനകരമായ സന്ദർഭത്തിൽ അള്ളാഹ് ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണ്? അള്ളാഹു ആദ്യം വിചാരണക്കെടുക്കുന്ന വിഷയം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സ്വലാത്തുഹു, അവൻ്റെ നമസ്കാരമാണ്, അവളുടെ നമസ്കാരമാണ്. ഫഇൻ സ്വലുഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അത് റെഡിയായി കഴിഞ്ഞാൽ, അത് ശരിയായി കഴിഞ്ഞാൽ അവൻ വിജയിച്ചു. വഇൻ ഫസദത്, അത് ശരിയായില്ലെങ്കിൽ, അത് പ്രശ്നത്തിലാണ് എങ്കിൽ, ഫഖദ് ഖാബ വ ഖസിറ, അവൻ പരാജയപ്പെട്ടു. അഥവാ പരലോകത്ത് രക്ഷപ്പെടാൻ നിസ്കാരം ശ്രദ്ധിച്ചാൽ സാധിക്കുമെന്നാണ് ഈ വാചകത്തിൻ്റെ ആകത്തുക. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പലരും പറയാറുണ്ട്, അള്ളാഹുവിൻ്റെ മുമ്പിൽ മനുഷ്യന് 2 നൃത്തമാണുള്ളത്. ഒന്നാമത്തെ നൃത്തം ഇഹലോകത്തുള്ള നൃത്തമാണ്. അത് നിസ്കാരത്തിൻ്റെ സന്ദർഭത്തിലാണ്. നിസ്കരിക്കുമ്പോൾ റബ്ബിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അള്ളാഹുവുമായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മുനാജാത്ത്, രഹസ്യ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ നൃത്തം വിചാരണക്ക് വേണ്ടിയുള്ള നൃത്തമാണ്. അള്ളാഹു നമ്മെ വിചാരണക്കെടുക്കുന്ന, നമ്മൾ ജീവിതത്തിൽ ചെയ്ത ഓരോ കാര്യങ്ങളും ചോദ്യം ചെയ്യുന്ന വിചാരണയുടെ സന്ദർഭം. എന്നിട്ട് പണ്ഡിതന്മാർ പറയുന്നത്, ഒന്നാമത്തെ നൃത്തം
അവൻ നന്നാക്കുകയാണ് എങ്കിൽ രണ്ടാമത്തെ നൃത്തത്തിൽ അവരെ രക്ഷപ്പെടും. സുബ്ഹാനല്ലാഹ്. നിസ്കാരത്തിന്റെ വിഷയം അവൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അവൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ അവന് വിചാരണ എളുപ്പമാകും. അപ്പൊ ജീവിതത്തിൽ, ഇസ്ലാമിൽ, നമ്മുടെ ഇബാദത്തിൽ ഏറ്റവും പരമ പ്രാധാന്യത്തോടുകൂടെ ഇസ്ലാം പഠിപ്പിച്ച, ഇസ്ലാം പരിചയപ്പെടുത്തിയ നിസ്കാരം എന്നുള്ള സംഗതി നമ്മൾ എപ്പോഴും പഠിക്കുകയും എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുകയും ഓരോ ദിവസവും ഓരോ വഖത്ത് വരുമ്പോഴും അതെങ്ങനെ നന്നാക്കാം, പടച്ചോനെ അതിലൊരു അബദ്ധം ഇല്ലല്ലോ, എൻ്റെ നിസ്കാരം ശരിയായ രീതിയിലല്ലേ ഞാൻ നിർവഹിക്കുന്നത് എന്ന ആത്മവിചാരണ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിൽ സാധാരണ വരുന്ന 10 അബദ്ധങ്ങളിലേക്ക് നമ്മൾ പോകുകയാണ്. എല്ലാവരും 10 എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ മാഷാ അല്ലാഹ് ബറക്കല്ലാഹു ഫീക്കും. നിങ്ങൾ ആക്റ്റീവായിട്ട് ഇവിടെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തത്, നിസ്കാരത്തിൻ്റെ മുന്നോടിയായി വുളൂ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആളുകളൊക്കെ വുളൂ ചെയ്യും. വുളൂ ചെയ്യാതെ ആരും നിസ്കരിക്കൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, വുളൂ ഇല്ലാത്തവൻ, ശുദ്ധി വരുത്താത്തവൻ്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല. അപ്പോൾ വുളൂ ഒക്കെ എല്ലാവരും ചെയ്യും. പക്ഷേ വുളൂവിൻ്റെ അവയവങ്ങൾ കഴുകുന്നിടത്ത് അത് പൂർണ്ണമായി നമ്മൾ കഴുകുന്നുണ്ടോ, എല്ലാ ഭാഗങ്ങളും നനയുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കാലുകൾ കഴുകണ സമയത്ത് കാലുകളുടെ മടമ്പ്, വിരലുകൾക്കുള്ളിലുള്ള വശങ്ങൾ, അതൊക്കെ ശരിക്ക് കൈകൊണ്ട് കൈകൊണ്ട് അതിലൂടെ നമ്മൾ തടവണം, അഥവാ വെള്ളം ഒഴിച്ച് നമ്മൾ കൈകൊണ്ട് ഉരക്കണം എന്നുവരെ നമുക്ക് ഹദീസുകളിൽ കാണാം. കാരണം എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യില്ല, പല ഭാഗങ്ങളും നനയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു യാത്രയിൽ കുറച്ച് ആളുകൾ വുളൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ കുറഞ്ഞ ഒരു ഭാഗം, മടമ്പ്, കാലിൻ്റെ ഏറ്റവും പിന്നിലുള്ള ഭാഗം, അതിൽ കുറച്ചു ഭാഗം നനയാത്തത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞ വാചകമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. വൈലുൻ ലിൽ അഖാബി മിനന്നാർ. മടമ്പൻ കാലുകൾക്ക് നാശം, അവക്ക് നരകമുണ്ട്. അഥവാ ആ ഭാഗം ശരിക്കും നനഞ്ഞിട്ടില്ല. അത് നനയാതെ നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മുടെ നിസ്കാരം ശരിയാകുന്നില്ല. വുളൂ ശരിയാകാതെ ഒരിക്കലും നിസ്കാരം ശരിയാകുകയില്ല. വുളൂ എന്നുള്ളത് നിസ്കാരം സ്വീകരിക്കപ്പെടാനുള്ള, ശരിയാകാനുള്ള നിബന്ധനയാണ്. അതുകൊണ്ട് നമ്മൾ വുളൂ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം വെള്ളമൊഴിച്ച് നമ്മുടെ കൈ കൊണ്ട് എല്ലാ ഭാഗങ്ങളിലും, കാലുകളിൻ്റെ എല്ലാ വശങ്ങളിലും അത് എത്തി എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇതിൻ്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈലുൻ ലിൽ അഖാബി മിനന്നാർ, നരകമുണ്ട് എന്ന് പറഞ്ഞത്. എത്ര ഗൗരവമുള്ള വിഷയമാണ്. അതാണ് ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ 2 എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ മാഷാ അല്ലാഹ് ബറക്കല്ലാഹു ഫീക്കും. രണ്ടാമത്തത് അടക്കം പാലിക്കുക എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട വിഷയം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
അരികിലേക്ക്. നിസ്കാരം വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പ്രത്യേകം പറയുന്ന ഹദീസാണ് ഹദീസു മുസീഇ സ്വല, നിസ്കാരം മോശമായി നിർവഹിച്ചവന്റെ ഹദീസ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലിരിക്കുകയാണ്. ഒരാൾ വന്നു, അദ്ദേഹം നിസ്കരിച്ചു, നബിയുടെ അടുക്കൽ വന്ന് സലാം പറഞ്ഞു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ മടങ്ങിപ്പോകുക. ഫസല്ലി, താങ്കൾ നിസ്കരിക്കുക. ഫഇന്നക ലം തുസല്ലി, താങ്കൾ നിസ്കരിച്ചിട്ടില്ല. ആ വാചകം ശരിക്കും മനസ്സിലാക്കണം. റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ച് നിസ്കരിച്ച സഹാബി വര്യനോടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, താങ്കൾ നിസ്കരിച്ചിട്ടില്ല. റസൂലുള്ളാഹി പറയുന്നത്. അദ്ദേഹം അതുപോലെ അനുസരിച്ചു. അദ്ദേഹം മടങ്ങിപ്പോയി നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ തിരിച്ചെത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഇർജി, താങ്കൾ മടങ്ങിപ്പോകുക. ഫസല്ലി ഫഇന്നക ലം തുസല്ലി, താങ്കൾ നിസ്കരിച്ചിട്ടില്ല. ഇത് 3 തവണ ആവർത്തിക്കണം. അദ്ദേഹം വീണ്ടും പോയി നിസ്കരിക്കുന്നു, നബിയുടെ അടുക്കൽ മടങ്ങി വരുന്നു. ഇത് 3 തവണ ആവർത്തിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് ഇങ്ങനെയേ നിസ്കരിക്കാൻ കഴിയുള്ളൂ. എന്താ എൻ്റെ നിസ്കാരത്തിലെ പ്രശ്നം? താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ എടുത്തു പറഞ്ഞ അദ്ദേഹത്തിന്റെ നമസ്കാരത്തിലെ ഏറ്റവും വലിയ അബദ്ധമായി അദ്ദേഹം എടുത്തു പറഞ്ഞ വിഷയമാണ്, അതിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമായി എടുത്തു പറഞ്ഞ വിഷയമാണ് തുമഇനീനത്ത്, അടക്കവും ഒതുക്കവും പാലിക്കുക. വളരെ പെട്ടെന്ന് നിസ്കാരം നിർവഹിക്കാതിരിക്കുക എന്നുള്ളത് നിസ്കാരത്തിന്റെ റുക്നുകളിൽപ്പെട്ടതാണ്. റുക്ൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ. 14 അടിസ്ഥാനങ്ങളുണ്ട്, 14 റുക്നുകളുണ്ട്. അതിൽപ്പെട്ട ഒരു റുക്നാണ് തുമഇനീനത്ത്, അടക്കവും ഒതുക്കവും പാലിക്കുക. സ്പീഡിൽ കഴിച്ചു കൂട്ടുന്ന അവസ്ഥ ഒരിക്കലും നിസ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 ഹദീസുകൾ ഞാൻ പറയാം. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അസ്വഅൻ നാസി സരിഖതൻ അല്ലദി യസ്രിഖു സ്വലാതഹു, ഏറ്റവും മോശപ്പെട്ട കള്ളൻ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട കള്ളൻ എന്ന് പറഞ്ഞാൽ അതാരാണ്? അല്ലദി യസ്രിഖു സ്വലാതഹു, നിസ്കാരത്തെ കക്കുന്നവനാണ്, നിസ്കാരത്തിൽ മോഷണം നടത്തുന്ന ആളാണ്. അപ്പൊ സഹാബികൾക്ക് അത്ഭുതമായി, നിസ്കാരത്തിൽ എങ്ങനെ മോഷണം നടത്തുക? അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, വകൈഫ യസ്രിഖുഹ, എങ്ങനെ നബിയെ നിസ്കാരത്തിൽ കക്കുക, നിസ്കാരത്തിൽ എങ്ങനെ മോഷ്ടിക്കുക? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുതിമ്മു റുകൂഅഹ വലാ സുജൂദഹ, റുകൂഉം സുജൂദും പൂർണ്ണമായി നിർവഹിക്കാതിരിക്കുക. അതല്ലെങ്കിൽ മറ്റൊരു ഹദീസിൽ വന്ന് ശരിക്കും കോഴി കൊത്തുന്നത് പോലെ, നെല്ല് കൊത്തുന്നത് പോലെ, അരി കൊത്തുന്നത് പോലെ, അതുപോലെയാണ് അവന്റെ റുക്കു. വളരെ പെട്ടെന്ന് റുക്കുൽ, അപ്പോൾ തന്നെ റുക്കുവിൽ നിന്ന് ഉയരും. വളരെ പെട്ടെന്ന് സുജൂദിലേക്ക് പോകും. അതിൽ അടക്കവും ഒതുക്കം ഉണ്ടാവില്ല, വേഗം സുജൂദിൽ നിന്ന് എഴുന്നേൽക്കും. അവന്റെ നിസ്കാരം ശരിയാകുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല. വളരെ ഗൗരവമുള്ള വിഷയമാണ്. മറ്റൊരു ഹദീസ് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുല ലയുസല്ലി 60 സന, ഒരു മനുഷ്യൻ 60 വർഷം നിസ്കരിക്കും. വമാ തുഖ്ബലു ലഹു സ്വലാത്തുൻ, അവന്റെ 60 കൊല്ലമോ നിസ്കരിച്ച ഒരു നിസ്കാരം പോലും അല്ലാഹ് സ്വീകരിക്കുകയില്ല. എത്ര ബേജാറോടെ, എത്ര ശ്രദ്ധയോടെ നമ്മൾ കേൾക്കേണ്ട വാചകമാണ്. 60 കൊല്ലം നിസ്കരിക്കാൻ നമുക്കൊക്കെ എന്താ അള്ളാന്റെ മുമ്പിൽ പറയാനുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഇന്ന് മരണപ്പെട്ടാൽ അള്ളാന്റെ മുമ്പിൽ പടച്ചോൻ എന്താ ചെയ്തത് എന്ന് ചോദിച്ചാൽ, ഇത്രയും കാലം നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് നിസ്കാരമാണ്. ആ നിസ്കാരം സ്വീകരിക്കപ്പെടാത്ത അവസ്ഥയുണ്ടായാൽ എത്ര പ്രയാസമായിരിക്കും ഖബറിൽ ഉണ്ടാകുക, എത്ര ബുദ്ധിമുട്ടായിരിക്കും പരലോകത്ത് നമ്മൾ നേരിടുക. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഒരാൾ 60 കൊല്ലം നിസ്കരിക്കാത്ത ആളല്ല, 60 കൊല്ലം നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ അയാളുടെ ഒരു നിസ്കാരം പോലും അള്ളാഹ് സ്വീകരിക്കുന്നില്ല. എന്നിട്ട് നബി കാരണം പറയണ, ലഅല്ലഹു യുതിമ്മു റുകൂഅ വലാ യുതിമ്മു സുജൂദ്,
അയാൾ റുക്കൂ പൂർത്തിയാക്കുമ്പോൾ സുജൂദ് പൂർത്തിയാക്കൂല. വയുത്തിമ്മു സുജൂദ വലാ യുത്തിമ്മു റുക്കൂ, അയാൾ സുജൂദ് പൂർത്തിയാക്കുമ്പോൾ റുക്കൂഉം പൂർത്തിയാക്കൂല. റുക്കൂ ശരിയായിട്ടുണ്ടാവും ചിലപ്പോൾ, പക്ഷെ സുജൂദ് ശരിയായിട്ടുണ്ടാവില്ല. സുജൂദ് ശരിയായിട്ടുണ്ടാവും, പക്ഷെ റുക്കൂ ശരിയായിട്ടുണ്ടാവില്ല. അങ്ങനെ അവൻ 60 കൊല്ലം നിസ്കരിച്ച നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ട, അള്ളാഹുവിന് വേണ്ട. അതിൻ്റെ കാരണം നിസ്കാരത്തിൽ തുമഅനീനത്തില്ല, അടക്കവും ഒതുക്കവും പാലിച്ചില്ല എന്നതാണ്. ഇത് നമ്മുടെ നിസ്കാരങ്ങളിൽ അങ്ങനെയുണ്ടോ നമ്മൾ ആലോചിക്കണം. ഓരോ സന്ദർഭത്തിലും നമ്മൾ റുക്കൂഇലേക്ക് പോകുമ്പോഴും, റുക്കൂഇൽ നിന്ന് ഉയർന്ന് ഇഅ്തിദാലിൽ നിൽക്കുമ്പോഴും, സുജൂദിലേക്ക് പോകുമ്പോഴും, സുജൂദിൽ നിന്ന് ഉയർന്ന് 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തമിരിക്കുമ്പോഴും ഒക്കെ അതിന് അതിൻ്റെതായ സമയം നമ്മൾ കൊടുക്കുക. നമ്മൾ വേഗം അടിച്ചു തീർക്കേണ്ട സംഗതിയല്ല നിസ്കാരം. ആകെ നമുക്ക് 5 വഖത്ത് നിസ്കരിക്കാനുള്ളൂ. 24 മണിക്കൂറിൽ നമ്മൾ ടോട്ടൽ നിസ്കാരം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1-1.5 മണിക്കൂർ മാത്രമേ നമുക്ക് എടുക്കുള്ളൂ. നമ്മൾ മാക്സിമം ഉഷാറാക്കി നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ ആ നിസ്കാരം ശരിയായി നിർവഹിക്കാൻ, പിശാച് കൊണ്ടുപോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് രണ്ടാമത്തത്. 2 ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ സീന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ. മൂന്നാമത്തത് ഔറത്ത് വെളിവാക്കുക എന്നുള്ളതാണ്. ഔറത്ത് വെളിവാക്കുക, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മുട്ടുപുക്കളിനിടയിൽ അവൻ്റെ ഔറത്ത് അവൻ മറച്ചിരിക്കണം. അവൻ്റെ തോളിൽ എന്തെങ്കിലും ഉണ്ടാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആറ്റിക്കിൽ തോളിൽ എന്തെങ്കിലും ഉണ്ടാകണം. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുഖവും, അവളുടെ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നിസ്കാരത്തിൽ മറഞ്ഞിരിക്കണം. ലാ തുഖ്ബലു സ്വലാത്തു ഹൈളിൻ ഇല്ലാ ബിഖിമാരിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഹൈൾ എന്ന് ഉദ്ദേശിച്ചത് പ്രായപൂർത്തിയായ ഒരു സ്ത്രീ, ഒരു സഹോദരി, അവളുടെ നിസ്കാരം സ്വീകരിക്കുകയില്ല ഇല്ലാ ബിഖിമാരിൻ, മുഖമക്കന കൊണ്ടല്ലാതെ. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഞങ്ങൾ ഖിമാർ ഉപയോഗിക്കുന്നു, മുഖമക്കന ഞങ്ങൾ ധരിക്കുന്നുണ്ട്, അടിവസ്ത്രമില്ലാതെ ഞങ്ങളുടെ ശരീരത്തെ മുഴുവൻ മറക്കുന്ന വസ്ത്രവും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ഞങ്ങളുടെ നിസ്കാരം ശരിയാകുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് പൂർണ്ണമായി കാലിനെയൊക്കെ മറക്കുന്നുവെങ്കിൽ അത് ശരിയാകുന്നതാണ്. എന്നാൽ നമ്മുടെ കാല് വെളിവാകുന്ന അവസ്ഥ നിസ്കാരത്തിൽ ഉണ്ടാകുന്നുണ്ടോ? അതല്ലെങ്കിൽ നമ്മുടെ മുടി അത് വെളിവാകുന്ന അവസ്ഥ നിസ്കാരത്തിൽ ഉണ്ടാകുന്നുണ്ടോ? അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞല്ലോ, എങ്ങനെയെങ്കിലും നമ്മൾ കഴിച്ച് തീർക്കേണ്ട ഒരു സംഗതിയല്ല നിസ്കാരം എന്നുള്ളത്. നേരെ മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിബന്ധനയിൽപ്പെട്ടതാണ്. ശുറൂത്ത് സ്വലാ, നമസ്കാരത്തിന്റെ നിബന്ധനയിൽപ്പെട്ട കാര്യമാണ്. 9 നിബന്ധനകളിൽപ്പെട്ടതാണ് ഔറത്ത് മറക്കുക, നിസ്കാരം സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതാണ് മൂന്നാമത്തത്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഓക്കെ. നാലാമത്തത് മറ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾക്ക് അറിയാത്ത വിഷയമാണത്. മറ സുത്തറ സ്വീകരിക്കുക, അഥവാ നിസ്കരിക്കുന്നവരുടെ മുമ്പിൽ ഒരു മറയുണ്ടാകണം. അത് നമുക്ക് ശ്രദ്ധ ലഭിക്കാനും കാരണമാണ്. ഇനി ആരെങ്കിലും നടന്നു പോകുകയാണെങ്കിൽ മറക്ക് പിൻവശത്തു കൂടെ നടന്നു പോയാൽ മതി, വേറെ വിഷയമല്ല. അപ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ല അഹദുക്കും ഇലാ സുത്ര, നിങ്ങൾ ഒരു മറയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുകയാണെങ്കിൽ ഫൽയദുനു മിൻഹ, അതിനോട് നിങ്ങൾ ചേർന്ന് നിൽക്കണം. അതാ നിസ്കരിക്കുന്നവൻ സുജൂദിൽ പോകുമ്പോൾ ആ സ്ഥലവും മറക്കും ഇടയിലുള്ള സ്ഥലം ഹദീസുകളിൽ കാണാം, മമർ റഷാത്ത്, ഒരു ആടിന് നടന്നു പോകാനുള്ള സ്ഥലം ഉണ്ടാകാൻ പാടുള്ളൂ. നമ്മൾ കുറേ ദൂരത്തും മറ കുറേ ദൂരത്തും ആകാൻ പാടില്ല. നമ്മൾ സുജൂദ് ചെയ്യുന്ന സ്ഥാനത്തിന്റെ കുറച്ച് അപ്പുറത്ത്.
നമ്മൾ സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ മറക്കും. നമ്മൾ സുജൂദ് ചെയ്യുന്ന സ്ഥാനത്തിന്റെ ഇടയിൽ ഒരു ആടിൽ നടന്നു പോകാനുള്ള സ്ഥലം. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കാരം ശൈത്താൻ മുറിച്ചു കളയാതിരിക്കാൻ നിങ്ങൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അഥവാ മറയുണ്ടായാൽ ഒന്നുകൂടി നമുക്ക് ശ്രദ്ധ കിട്ടാനും പിശാചിലിന് നമ്മിൽ സ്വാധീനം വരുത്താതിരിക്കാനും കാരണമാകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. മറ്റ് ഹദീസുകളിൽ കാണാൻ പറ്റില്ല, തുസല്ലി ഇല്ല ഇല സുത്തറ, നിങ്ങൾ മറയിലേക്കല്ലാതെ തിരിഞ്ഞ് നിസ്കരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ധരിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ സ്വീകരിക്കാതെ നിസ്കരിച്ച ഒരു സന്ദർഭവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇത് അത്രയും പ്രാധാന്യമുള്ളവരാണ്. ചില പണ്ഡിതന്മാർ നിർബന്ധമാണ് എന്ന് വരെ പറയാൻ കാരണം അതാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഒരു മറയും കിട്ടിയില്ല. അപ്പൊ അദ്ദേഹം നാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്, അദ്ദേഹത്തോട് മുമ്പിൽ പുറംതിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞ് അദ്ദേഹത്തെ മറയാക്കി നിസ്കരിച്ചു. അപ്പൊ നമ്മുടെ മുമ്പിൽ ചെയറോ അല്ലെങ്കിൽ ചുമരോ എന്തു ആകാം, നാട്ടി നിർത്തുന്ന എന്തെങ്കിലും സംഗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിലാണെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ പ്രവാചകൻ കുന്തം നാട്ടി നിർത്തും, എന്നിട്ട് നമസ്കരിച്ചിരുന്നു. ഇദാ സല്ല അഹദുക്കും ഇല സുത്ര, മറയിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ ഫലിയദ്നു മിൻഹ, അതിനോട് നിങ്ങൾ ചേർന്ന് നിൽക്കുക. ലാ യഖ്തഉ ശൈത്താനു അലൈഹി സ്വലാത്ത, അവന്റെ നമസ്കാരം ഷെയ്ത്താൻ മുറിച്ചു കളയാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ മുറിച്ചു കളയുകയില്ല, അങ്ങനെ നിസ്കരിച്ചാൽ മുറിച്ചു കളയുകയില്ല. ഓക്കെ, ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. സഹാബത്ത് ശ്രദ്ധിച്ച വിഷയമാണ്. എന്നാൽ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമിന്റെ മറ മതി. ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമിന്റെ മുമ്പിൽ മറയുണ്ടായാൽ മതി. അപ്പൊ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മഅ്മൂമുകൾക്ക് മുന്നിലൂടെ നടന്നു പോകുന്നത് കൊണ്ട് വിരോധമില്ല, ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ. എന്നാൽ അതല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഒരിക്കലും ഒരാളുടെ മുമ്പിലൂടെ നടന്നു പോകാൻ പാടില്ല. അത് വളരെ ഗൗരവത്തിൽ പറഞ്ഞതാണ്. ഓക്കെ, അത് നമ്മൾ ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അതാണ് നാലാമത്തത്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ സീന്ന് ടൈപ്പ് ചെയ്യാം. അഞ്ചാമത്തത്, സുജൂദിന്റെ സ്ഥാനത്തേക്ക് നമ്മൾ നോക്കാതിരിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ അബദ്ധം. നമ്മൾ നിസ്കരിക്കുമ്പോൾ എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ നോക്കേണ്ട സ്ഥലം എവിടെയാണ്? സുജൂദാണ്. ഒരൊറ്റ സന്ദർഭം ഒഴികെ. ആ സന്ദർഭം നമ്മൾ അത്തഹിയ്യാത്ത് തശഹുദിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വിരൽ ചൂണ്ടൂലേ, ആ സമയത്ത് മാത്രം നമ്മൾ നോക്കേണ്ടത് ഈ ചൂണ്ടുവിരലിലേക്കാണ്, നമ്മൾ ചൂണ്ടുന്ന അവിടേക്കാണ്. ബാക്കിയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ നോക്കേണ്ടത് സുജൂദിന്റെ സ്ഥാനത്തേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് സഹാബത്ത് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല താഴ്ത്തും, എന്നിട്ട് പ്രവാചകൻ താഴേക്ക് സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, ആദ്യ കാലഘട്ടത്തിൽ നിസ്കാരത്തിന്റെ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കപ്പെടുന്ന കാലഘട്ടമാണ്. അവിടെ ചില ആളുകളൊക്കെ ആകാശത്തിലേക്ക് നോക്കി നിസ്കരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ താക്കീത് നൽകിയത് ഹദീസുകളിൽ കാണാൻ പറ്റും. അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. പ്രവാചകൻ പറഞ്ഞു, മബാലു അഖ്വാമിൻ യർഫഊന അബ്സാറഹും ഇലസ്സമാഇ ഫീ സ്വലാത്തിഹിം. എന്താണ്, ചില ആളുകൾക്ക് എന്തു പറ്റി? നബിയുടെ ശൈലിയാണ്. എന്തെങ്കിലും പൊതുവായിട്ട് കുറച്ച് ആളുകളുടെ അടുക്കൽ എന്തെങ്കിലും അപാകതകൾ കണ്ടാൽ അവരെ പേര് വിളിച്ച് ആക്ഷേപിക്കുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവിൽ പറയും, എന്താണ്, ചില ആളുകൾക്ക് എന്തു പറ്റി? യർഫഊന അബ്സാറഹും ഇലസ്സമാഇ ഫീ സ്വലാത്തിഹിം, അവർ അവരുടെ നിസ്കാരത്തിൽ ആകാശത്തിലേക്ക് അവർ നോക്കുകയാണ്. അവരുടെ കാഴ്ച
അവരുടെ കണ്ണ് യർഫഊന, അവർ ഉയർത്തുന്നു അഥവാ മുകളിലേക്ക് നോക്കുന്നു, ആകാശത്തിലേക്ക് നോക്കുന്നു. ഫസ്തദ്ദ ഖൗലുഹു ഫീ ദാലിക്, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ വാക്ക് സ്ട്രോങ് കൂടി, ശക്തമായി നബി പറയണം. ഏതുവരെ വെച്ചാൽ പ്രവാചകൻ ഏതുവരെ പറഞ്ഞു? ലയൻ തഹുന്ന അൻ ദാലിക് ഔല തുഖ്തഫന്ന അബ്സാറുഹു, അവരത് അവസാനിപ്പിക്കുക തന്നെ വേണം. അങ്ങനെ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ആകാശത്തേക്ക് നോക്കാൻ പാടില്ല, അത് അവർ അവസാനിപ്പിക്കുക തന്നെ ചെയ്യണം. ഇല്ലെങ്കിലോ ഔല തുഖ്തഫന്ന അബ്സാറുഹും, അവരുടെ കാഴ്ച അള്ളാഹു റാഞ്ചി എടുക്കുന്നതാണ്, അവരുടെ കാഴ്ച നഷ്ടപ്പെടുന്ന അർത്ഥം. അത്രയും ഗൗരവത്തിൽ പറഞ്ഞ വിഷയം. അപ്പം നമ്മൾ നിസ്കരിക്കുമ്പോൾ സാധാരണ വരുന്ന അബദ്ധം എന്താ വെച്ചാൽ, നമ്മൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒന്നെങ്കിൽ മുമ്പിലുള്ള ചുമരിലേക്കോ അല്ലെങ്കിൽ ജനലിലേക്കോ ഒക്കെ നോക്കും. അതുമല്ല എങ്കിൽ റുക്കൂ ചെയ്യുന്ന സമയത്ത് പല ആളുകളും കാലുകളുടെ വിരലിലേക്ക് നോക്കും, നഖത്തിലേക്ക് നോക്കുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്ന സംഗതിയാണ്. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവിൽ പറഞ്ഞ സംഗതിയാണ്, സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നമ്മൾ നോക്കേണ്ടത്. അതാണ് അഞ്ചാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, 5 ഓക്കെ ആണെന്നുണ്ടെങ്കിൽ 6 എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. 6ാമത്തത് സമയം തെറ്റി നിസ്കരിക്കുക എന്നുള്ളതാണ്. സഹോദരിമാരുടെ ഒരുപാട് ആളുകളിൽ വരുന്ന അബദ്ധമാണ്. അതിൽ ശ്രദ്ധിക്കാത്ത വിഷയമാണ്. നിസ്കരിച്ചാൽ പോരെ, പ്രശ്നമൊന്നുമില്ലല്ലോ, നിസ്കരിച്ചാൽ മതി, കുറച്ചൊക്കെ സമയം അങ്ങോട്ട് വൈകിയാലും പ്രശ്നമില്ലല്ലോ, ഈ പണിയാണ് കഴിയട്ടെ എന്ന് പറഞ്ഞ് നിസ്കാരത്തിന്റെ സമയം നീട്ടി കൊണ്ടുപോകുക. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെട്ടൊരു പദമാണ് ഖളാ ആക്കുക എന്നുള്ളത്. അത് ഖളാ വിട്ടിയ പോലെ അറിയും. എന്താ 2 നിസ്കാരം വരെ ഒന്നിച്ച് നിസ്കരിക്കുന്ന അവസ്ഥ, ജമ്മാക്കുന്ന വിഷയമല്ല. വെറുതെ എന്ത് ചെയ്യുക, നിസ്കാരം വൈകിച്ച് അവസാനം 2 വഖത്ത് അല്ലെങ്കിൽ 3 വഖത്തൊക്കെ പണ്ട് കാലങ്ങളിൽ പിന്നെ കുറച്ചൊക്കെ വ്യാപകമായിരുന്നു. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ശരിക്കും നമസ്കാരം ഖളാ ആക്കുക എന്നുള്ള വിഷയം 2 കാര്യങ്ങളിലാണ് ഹദീത്തുകളിൽ വന്നിട്ടുള്ളത്. ഒന്ന്, ഒരാൾ ഉറങ്ങിപ്പോയി. അവിടെ നിസ്കാരത്തിന്റെ സമയത്ത് മനുഷ്യനാണ്, ചിലപ്പോൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ സംഭവിക്കാം, ഉറങ്ങിപ്പോയി. അപ്പോൾ അയാൾ എപ്പോഴാണോ ഉണരുന്നത് അപ്പോൾ അയാൾ നഷ്ടപ്പെട്ട നിസ്കാരം, ചിലപ്പോൾ സമയം ഇനി കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അയാൾ നിർവഹിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും സംഭവിച്ച വിഷയമാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും സുബഹിക്ക് സൂര്യൻ ഉദിച്ചിട്ടാണ് ഉണർന്നത്. ഒരൊറ്റ സംഭവമാണ് ഹദീസുകൾ നമ്മൾ കാണും. അപ്പോൾ ആ ഉണർന്ന സമയത്ത് നിസ്കരിച്ചു. കാരണം അത് നമ്മുടെ കയ്യിലുള്ളതല്ല, എപ്പോഴെങ്കിലും മനുഷ്യൻ എന്ന നിലക്ക് സ്വാഭാവികമായി സംഭവിക്കുന്ന സംഗതി, അത് സ്ഥിരമായിട്ട് അങ്ങനെ സംഭവിക്കാനും പാടുള്ളതല്ല. അത് അവിടെ അശ്രദ്ധയാണ് വരുന്നത്. കുറേ ആളുകൾ സുബഹിയുടെ സമയം കഴിഞ്ഞ് നിസ്കരിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അത് ഒരിക്കലും ഇതിൽ പെടൂല. ഓക്കെ, 2ാമത്തെ സന്ദർഭം എന്താ വെച്ചാൽ, നമ്മൾ മറന്നുപോയി, മനുഷ്യൻ എന്ന നിലക്ക് നമ്മൾ മറന്നുപോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴാണോ ഓർമ്മ വരുന്നത് അപ്പോൾ നിസ്കരിക്കണം. എപ്പോഴാണോ ഓർമ്മ വരുന്നത് വെച്ചാൽ അപ്പം നിസ്കരിക്കണം. മനുഷ്യനാണ്, മറവി എന്നുള്ളത് മനുഷ്യനുള്ള സംഗതിയാണ്. എപ്പോഴെങ്കിലും അങ്ങനെ ചിലപ്പോൾ നിസ്കാരം നമ്മൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ മറന്നു പോകുന്ന സംഗതി ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ നമുക്ക് അങ്ങനെ നിസ്കരിക്കാം. ഇതിൽ ഈ 2 സംഗതിക്കാണ് ഖളാ എന്നുള്ളത്. അതല്ലാത്ത ഒരു ഖളാ, വെറുതെ നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നിസ്കാരം എന്ത് ചെയ്യുക, വൈകിപ്പിച്ച് 2 കൂട്ടി നിസ്കരിക്കുന്ന പരിപാടി ഇസ്ലാമിലില്ല. കാരണം അള്ളാഹു പറഞ്ഞത് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നിസ്കാരം എന്നുള്ളത് വിശ്വാസികളുടെ മേൽ സമയബന്ധിതമായി
നിർണയിച്ച നിർബന്ധമാക്കിയൊരു സംഗതിയാണ്. അതിന് കൃത്യമായ സമയമുണ്ട്. ആ സമയത്ത് നിർവഹിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് അബ്ദുള്ള റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഏതാ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു അലാ വഖതിഹാ, സമയത്ത് നിർവഹിക്കലാണ്. നിസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത്, അല്ലെങ്കിൽ ആ ഓരോന്നിൻ്റെയും ഫസ്റ്റ് സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബാങ്ക് കൊടുക്കുന്നത് എന്തിനാ? ബാങ്ക് കൊടുക്കുന്നത് നിസ്കാരത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും നമ്മുടെ വീടുകളിൽ നമുക്ക് ബാങ്ക് കേൾക്കാത്ത സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ആപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാങ്കിന് സമയമായി കഴിഞ്ഞാൽ കറക്റ്റ് ഫോണിൽ തന്നെ കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലുള്ള സിസ്റ്റം പിന്നെ സഹാബത്ത് പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലായിരിക്കുമ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ വീട്ടിലുള്ള ജോലിയിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യായിരിക്കും, സഹായിക്കായിരിക്കും. പക്ഷേ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അത് സ്റ്റോപ്പാക്കി. ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് മറ്റേതാണ് കഴിയട്ടെ, അതും കൂടി ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് ഫുള്ള് അങ്ങോട്ട് കഴിച്ചട്ടെ, എന്നിട്ട് ഇങ്ങനെ നീട്ടി നീട്ടി നീട്ടി. അങ്ങനെയല്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതവിടെ സ്റ്റോപ്പാക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി നിസ്കരിക്കുന്നു. അപ്പൊ ആദ്യഘട്ടത്തിൽ ആദ്യ സമയത്ത് ബാങ്ക് കൊടുത്ത് ആദ്യ സമയത്ത് നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായത്. ഇത് നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട്? നമ്മൾ വെറുതെ നീട്ടിവെക്കുന്ന അവസ്ഥയുണ്ടോ എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കുകളുടെ നിസ്കാരം എന്ന് പറഞ്ഞ നിസ്കാരമുണ്ട്. അത് മുനാഫിക്കിന്റെ നിസ്കാരമാണ്. അഥവാ അസർ കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കാനായി, മഗ്രിബാകാനായി, ആ സമയത്ത് വേഗം വന്നിട്ട് പെട്ടെന്ന് നിസ്കരിച്ച് തീർക്കുക, പേരിന് വേഗം നിസ്കരിച്ച് തീർക്കുക, ഏറ്റവും ലാസ്റ്റ് ടൈമിൽ. അപ്പം അവിടെയൊക്കെ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഞാനൊരിക്കലും നിസ്കാരം എന്ത് ചെയ്യില്ല, ഞാൻ വൈകിക്കൂല. ഞാനിപ്പോൾ ഇത് കഴിയട്ടെ, ഞാനിപ്പോൾ ഇങ്ങനെയല്ലേ ഉള്ളത്, എൻ്റെ പിന്നെ അവസ്ഥ ഇപ്പം ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വൈകിക്കുന്ന ഏറ്റവും ലാസ്റ്റിക്ക് വെച്ച് ചിലപ്പോൾ നിസ്കാരത്തിൻ്റെ സമയം വരെ വൈകിപ്പോകുന്ന, സമയം വരെ കഴിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്തുകളും ഹദീത്തുകളും ഒക്കെ വെച്ച് പറയുന്ന വളരെ ഗൗരവമുള്ള വാചകം എന്താ അറിയും? ഒരാൾ മനഃപൂർവം നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞ് നിർവഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നിസ്കാരം സ്വീകരിക്കുകയില്ല. നിസ്കാരത്തിന് സമയബന്ധിതമാക്കി എന്ന് പറയാൻ കാരണം എന്താ? നിസ്കാരത്തിന്റെ സമയം ആകുന്നതിന് മുമ്പ് നിസ്കരിച്ചാലും ശേഷം നിസ്കരിച്ചാലും സ്വീകരിക്കൂല. നേരത്തെ പറഞ്ഞ പിന്നെ ഒരാൾ ഉറക്കത്തിൽ പെട്ടുപോയി അല്ലെങ്കിൽ മറന്നുപോയി, അങ്ങനെയുള്ള കാരണങ്ങൾ ഇല്ല എങ്കിൽ ഓക്കെ. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇതാണ് ആറാമത്തത്. ഏഴാമത്തത് സുജൂദിൽ അവയവങ്ങൾ പൂർണ്ണമായി നിലത്ത് വെക്കാതിരിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഉമിർതു അൻ അസ്ജുദ അലാ സബ്അതി അഅ്ദുമിൻ, 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത്. അഥവാ ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ കൽപ്പനയുള്ളത്. എന്നിട്ട് ഒന്ന് പറഞ്ഞു അൽ ജബ്ഹ. ജബ്ഹ എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം. നെറ്റി എണ്ണുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തും ചൂണ്ടി, വാഷാ റബിയദിഹി അലംഫി, മൂക്കും കൂടി ചൂണ്ടി. അഥവാ നെറ്റിത്തടവും മൂക്കും ചേർത്തി പ്രവാചകൻ ഒന്ന് എണ്ണി. അപ്പോൾ ഒന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ മൂക്ക് തട്ടുന്നുണ്ടോ? ചില ആളുകൾ നെറ്റി തട്ടിക്കൂല, ചില ആളുകൾ തലഭാഗം മാത്രമേ തട്ടുന്നത്.
ചില ആളുകൾ നെറ്റി തട്ടിക്കും, മൂക്ക് തട്ടൂല. നമ്മൾ ശരിക്കും ആലോചിക്കുക, ഇതൊക്കെ നമ്മൾ എങ്ങനെയാണോ നിസ്കാരം ശീലമാക്കിയത് അതേപോലെ ആയിരിക്കും നമ്മളെ നിസ്കാരം എങ്ങനെ നടന്നു, ഹാബിറ്റ് എങ്ങനെയായി അതേപോലെ ആയിരിക്കും നിസ്കാരം പോവുക. അത് നമ്മൾ അറിയണ്ടാവൂല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ബോധപൂർവം നമ്മൾ ആലോചിക്കണം. നിസ്കരിക്കുമ്പോൾ ഇതൊക്കെ കൃത്യമായി തട്ടുന്നില്ലേ നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പൊ നെറ്റിത്തടവും മൂക്കും ശരിക്ക് തട്ടണം. വൽ യദൈൻ, രണ്ട് കൈകളുടെ കൈയുടെ ഉള്ളം കൈ നമ്മൾ പറയില്ലേ, മുൻകൈന്റെ ഉള്ളം കൈകൾ. വൽ യദൈൻ വരിജിലൈൻ, അതേപോലെ തന്നെ രണ്ട് കാലുകൾ. വ അത്റാഫിൽ ഖദമൈൻ, കാൽ വിരലുകളുടെ അറ്റം. അത് നമ്മൾ ശരിക്കും കാല് വെക്കുമ്പോൾ ഇങ്ങനെ വെച്ച് ഖിബിലയുടെ നേരെ വെക്കണം. ഇങ്ങനെയല്ല വെക്കണം. കാല് വെക്കുന്ന സമയത്ത് കാല് ജസ്റ്റ് ഇങ്ങനെ കുത്തല്ലേ വേണ്ട, നമ്മൾ കിബിലന്റെ നേരാക്കിയിട്ട് വെക്കണം. അപ്പോൾ കുറച്ച് മടക്കിയിട്ടാണ് കാൽവിരലുകൾ വരേണ്ടത്. ഓക്കെ. അപ്പൊ ഇതാണ് സുജൂദ് ചെയ്യുന്ന രൂപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നിങ്ങളുടെ രണ്ട് കൈകൾ നിങ്ങൾ നിലത്ത് നായ്ക്കൾ വെക്കുന്നത് പോലെ മുട്ടൊക്കെ നിലത്ത് കുത്തി രണ്ട് കൈകളും ചേർത്തി നിങ്ങൾ വെക്കരുത്. നായ്ക്കൾ കിടക്കുന്ന പോലെ കിടക്കരുത്. എന്നാൽ ചില ആളുകളൊക്കെ, ചില പണ്ഡിതന്മാരൊക്കെ സ്ത്രീകളുടെ വിഷയത്തിൽ അത് അങ്ങനെ വെച്ചാൽ മതി, ഒതുക്കിയ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹദീസുകളിൽ പൊതുവായി പറയാറുള്ള സംഗതി എന്താ വെച്ചാൽ, സ്ത്രീകളുടെ നിസ്കാരം ഇന്ന വിഷയത്തിൽ ഇന്ന രീതിയിലാണ് നിർവഹിക്കേണ്ടത് എന്ന് പ്രത്യേകം പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അതിൽ ഇളവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെയാണ്. എന്നാൽ ഇതിൽ പ്രത്യേകിച്ച് കൈകൾ ഇങ്ങനെ വെച്ചാൽ മതി എന്ന് സ്ത്രീകളുടെ വിഷയത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കൈകൾ വെക്കുമ്പോഴും പുരുഷന്മാർ വെക്കുന്നത് പോലെ തന്നെ കൈമുട്ട് പൊക്കണം എന്നാണ്. കൈമുട്ട് നമ്മൾ താഴ്ത്തി അവിടെ തട്ടിക്കരുത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ജബ്ഹ എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം. അതാണ് ഏഴാമത്തത്. എട്ടാമത്തത് നിയ്യത്ത് ചൊല്ലി പറയുക. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നിസ്കരിക്കുമ്പോൾ നിയ്യത്ത് വേണം. നിയ്യത്ത് ഇല്ലെങ്കിൽ നിസ്കാരത്തിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ്, ഷർത്തിൽപ്പെട്ടതാണ് നിയ്യത്ത് ഉണ്ടാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അള്ളാഹു കർമ്മങ്ങളെ സ്വീകരിക്കപ്പെടുന്നത്, പരിഗണിക്കുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. നിയ്യത്ത് ഉണ്ടെങ്കിലേ സ്വീകരിക്കുള്ളൂ. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. മനുഷ്യൻ എന്താണോ ഉദ്ദേശിക്കുന്നത്, എന്താണോ നിയ്യത്ത് വെക്കുന്നത്, അത് അവന് കിട്ടും. അതാണ് അവന് ഓരോരുത്തർക്കും കിട്ടുക. പക്ഷെ നിയ്യത്ത് ചൊല്ലി പറയുക എന്നുള്ള സിസ്റ്റം പ്രത്യേകിച്ചും നിസ്കാരത്തിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നവ എന്നതിൻ്റെ മസ്തറാണ് ശരിക്കും നിയ്യത്ത്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ കരുതുക എന്നതാണ്. വിചാരിക്കുക, കരുതുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലാണ് കരുതൽ. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന, ഷാഫിഈ മദ്ഹബിലെ അറിയപ്പെട്ട രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന പണ്ഡിതനാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയുന്നുണ്ട്, നിയ്യത്തിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ അൽ ഖൽബ്, അത് ഹൃദയമാണ്. അപ്പൊ ഹൃദയം കൊണ്ട് വിചാരിക്കുക, ഞാൻ ഇപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് മഗ്രിബാണ് നിസ്കരിക്കുന്നതെങ്കിൽ മഗ്രിബാണ് നമ്മൾ നിസ്കരിക്കുന്നത്, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്ന് നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണം? അള്ളാഹിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് മഗ്രിബ് ഞാൻ നിസ്കരിക്കുക എന്നുള്ള നിയ്യത്ത് നമ്മുടെ മനസ്സിൽ വരണം. അതില്ലാതെ ബ്ലാങ്ക് ആയിട്ടാണ്, മനസ്സിൽ ഒരു വിചാരവും ഇല്ല, ഒരു നിയ്യത്തും ഇല്ലെങ്കിൽ അവന്റെ നിസ്കാരം സ്വീകരിക്കൂല. വളരെ ഗൗരവമുള്ള വിഷയമാണ്. കുറേ ആളുകൾ നിസ്കരിക്കുന്നുണ്ട്, നിസ്കാരത്തിൽ വരുന്ന വലിയ പ്രധാനപ്പെട്ട മറ്റൊരു അബദ്ധമാണത്. നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ മഗ്രിബ് നിസ്കരിച്ചില്ലേ, മഗ്രിബ് നിസ്കരിച്ചു. സുബൈ നിസ്കരിക്കൂല, നാളെ അത് നിസ്കരിക്കും. ഇശ നിസ്കരിക്കൂല, ഇശ നിസ്കരിക്കും. പക്ഷെ മനസ്സിൽ ഒന്നും ഉണ്ടാവില്ല.
സമയമല്ലോ, നിസ്കാരത്തിന് സമയമല്ലോ, വേഗം പോയിട്ട് നിസ്കരിക്കും. നിസ്കാരത്തിന് സമയമായല്ലോ എന്നുള്ള എന്തല്ല, നിയ്യത്തല്ല. ഇത് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാൻ വേണ്ടി ഞാൻ മഗ്രിബ് നമസ്കരിക്കുകയാണ് എന്ന് നമ്മുടെ മനസ്സിൽ ചിന്ത വരുമ്പോഴാണ്, അതിനാണ് നിയ്യത്ത് എന്ന് പറയാം. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. നമ്മുടെ മനസ്സിലെ നിയ്യത്തിനെ ഇല്ലാതാക്കാൻ ശൈത്താൻ നോക്കും. അത് ഇല്ലാതായി കഴിഞ്ഞാൽ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. ഇഖ്ലാസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് നമ്മൾ ചൊല്ലിപ്പറയുന്ന ഉസല്ലി, ഞാൻ നിസ്കരിക്കുകയാണ്, സ്വലാത്ത് ളുഹ്രി, ളുഹർ നിസ്കാരം, അർബ റകഅത്തൻ ലില്ലാഹി തആല എന്നൊക്കെ പറഞ്ഞിട്ട് അത് അറബിയിലൊക്കെ പറയുന്ന സിസ്റ്റം, ഇത് ഒരു ഹദീസിലും വന്നിട്ടില്ല. ചില മദ്ഹബുകളിൽ കാണാം എന്നതല്ലാതെ ഹദീസുകളിൽ അത് വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? സ്വല്ലു, നിങ്ങൾ നിസ്കരിക്കുക, കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ കയറി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ കെട്ടിയത് മുതൽ സലാം വീട്ടുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച് കാണിച്ചു തന്നു. എന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞതാണ്, നിങ്ങൾ നിസ്കരിക്കുക, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടോ അങ്ങനെ നിസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഓരോ കാര്യവും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. സ്ഥിരപ്പെട്ട രീതിയിൽ തന്നെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അവിടങ്ങളിലൊന്നും അങ്ങനെ ചൊല്ലിപ്പറഞ്ഞ രൂപം നമ്മൾ കാണുന്നില്ല. ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട 8ാമത്തെ കാര്യം. 9ാമത്തത് അനാവശ്യമായ ചലനങ്ങൾ. നിസ്കാരത്തിൽ പെടാത്ത അനാവശ്യമായ ചലനങ്ങൾ ഒരിക്കലും തീരുത്, നിസ്കാരത്തിൽ ഉണ്ടാകരുത്. നമ്മൾ വെറുതെ കൈ കൊണ്ട് ചിലപ്പോൾ നമ്മൾ തട്ടങ്ങനെ ശരിയാക്കി കളിക്കുക, അല്ലെങ്കിൽ ചില ആളുകൾ വാച്ച് കിട്ടിൻ്റെ വാച്ചുമ്മ കളിക്കുക, വെറുതെ വെച്ചാൽ കൈകൾ കൊണ്ടൊക്കെ വെറുതെ ചില അനാവശ്യമായ ചലനങ്ങൾ, അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അധികരിച്ച ചലനങ്ങൾ, അധികരിച്ച ചലനങ്ങൾ നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് പണ്ഡിതന്മാരെ എണ്ണിയ സംഗതിയാണ്. അപ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മൾ കാണണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അള്ളാഹു പറഞ്ഞത്, ഹാഫിദു അലസ് സ്വലവാതി വസ്സലാത്തിൽ വുസ്ത വഖൂമു ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ എന്ത് ചെയ്യണം? നിസ്കാരത്തിൽ നിങ്ങൾ എങ്ങനെ നിസ്കരിക്കണം? ഖാനിതീൻ, ഭയഭക്തിയുള്ളവരായി, ഭക്തിയോടുകൂടെ നിങ്ങൾ നിസ്കരിക്കണം. അനാവശ്യമായ ചലനങ്ങൾ ഉണ്ടാവും. നമ്മൾ നിൽക്കുന്നത് ആരുടെ മുമ്പിലാണ്? റഹ്മാനായ റബ്ബിന്റെ മുമ്പിലാണ്, അള്ളാഹുവിന്റെ മുമ്പിലാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എത്ര ശ്രദ്ധ വേണം. നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട മന്ത്രിയോട് നമുക്ക് സംസാരിക്കാൻ ചാൻസ് കിട്ടി, അവസരം കിട്ടി, നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും പോവുക? നമ്മൾ അവരുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ എത്ര അതബോട് കൂടെ ആയിരിക്കും നമ്മൾ സംസാരിക്കുക? നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മോശപ്പെട്ട സംഗതി വരുമോ എന്ന് നമ്മൾ പേടിക്കും. നമ്മുടെ കൈകൾ, നമ്മുടെ ചലനങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. എന്നാൽ നമ്മൾ നിൽക്കുന്നത് ഏതെങ്കിലും മന്ത്രിയുടെ മുമ്പിലല്ല, ലോകങ്ങളുടെ രക്ഷിതാവിന്റെ മുമ്പിൽ, ലോകങ്ങളുടെ രാജാവിന്റെ മുമ്പിൽ, നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നമ്മുടെ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ ദുർബലരായ അടിമകളായ നമ്മൾ നിൽക്കുമ്പോൾ രഹസ്യ സംഭാഷണം നമ്മൾ നടത്തുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഈ സംഗതി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അനാവശ്യമായ ചലനങ്ങളിൽ, ആകെ നിസ്കാരം എന്നാണ് കുറച്ച് സമയമുള്ളത്, ആ സമയത്ത് വേറെ ചലനങ്ങളില്ലാതെ അശ്രദ്ധമായി നിൽക്കുന്ന അവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകരുത്. അതാണ് 9ാമത്തത്. 9 ക്ലിയർ ആണെങ്കിൽ 10 ടൈപ്പ് ചെയ്യാം.
ഓക്കെ. 10-ാമത്തത് അശ്രദ്ധമായി നിസ്കരിക്കുക എന്നുള്ളതാണ്. 10-ാമത്തത് ശ്രദ്ധ ഇല്ലാതെ നിസ്കരിക്കുക നിസ്കാരത്തിൽ വരുന്ന മറ്റൊരു അബദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഹിൻസബ് എന്ന് പറയുന്ന ഒരു ശൈത്താനുണ്ട്. അവൻ നമ്മൾ നിസ്കാരം തുടങ്ങണ സമയത്ത് പിശാച് വരും. എന്നിട്ട് പിശാചു പറയും, ഉദുക്കുർ കഥ ഉദുക്കുർ കഥ, നീ ഇന്ന കാര്യം ഓർക്ക്, ഇന്ന കാര്യം ഓർക്ക്. നമ്മൾ അതുവരെ ഓർക്കാത്ത പല കാര്യങ്ങളും പിശാച് ആ സമയത്ത് നമ്മളെ ഓർമ്മിപ്പിക്കും. നമുക്ക് അതുവരെ കിട്ടാത്ത പല കാര്യങ്ങളും അപ്പോഴായിരിക്കും ഓർമ്മ കിട്ടുണ്ടാകുക. അപ്പൊ നിസ്കാരം, ശ്രദ്ധയില്ലാത്ത നിസ്കാരത്തെക്കുറിച്ച് പണ്ഡിതന്മാര് പറയുന്നത് ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. ആത്മാവില്ലാതെ ഒരാൾ കിടക്കുമ്പോൾ ആ ശരീരം കൊണ്ട് എന്ത് കാര്യമുള്ളത്? ഇതുപോലെ നമ്മുടെ ശാരീരികമായ ഒരു എക്സസൈസോ വ്യായാമോ അല്ല പഠിച്ചവന് വേണ്ടത്. നമ്മൾ എന്തൊക്കെ അതര വ്യായാമം എന്താണ്, നമ്മൾ ചുണ്ടുകൊണ്ട് എന്തൊക്കെ പറയുന്നുണ്ട്, ചൊല്ലുന്നുണ്ട്, അത് പഠിച്ചവന് വേണ്ട. അള്ളാഹുവിന് വേണ്ടത് മനസ്സുള്ള നിസ്കാരമാണ്, മനസ്സു കൂടെയുള്ള നിസ്കാരമാണ്. അതുകൊണ്ടാണ് നിസ്കരിക്കുന്ന ആളുകൾക്ക് നാശം. നമ്മളൊക്കെ പഠിച്ച, നമ്മളൊക്കെ മനഃപ്പാടമാക്കിയ സൂറത്തു മാഊനിൽ നമ്മളൊക്കെ എപ്പോഴും ചൊല്ലുന്ന, നിസ്കാരത്തിൽ തന്നെ നമ്മൾ ചൊല്ലുന്ന സംഗതിയായിരിക്കും, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന ആളുകൾക്ക് നാശം. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ അവരുടെ നിസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരാണ്. 3 കാര്യങ്ങളാണ് പണ്ഡിതന്മാർ ഇതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. നിസ്കാരത്തിൽ അശ്രദ്ധമാകുക എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തത് നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ സമയം പാഴാക്കുന്ന ആളുകളാണ്. നിസ്കരിക്കും അവർ, പക്ഷെ സമയമൊക്കെ തെറ്റിയിട്ടായിരിക്കും നിസ്കരിക്കുന്നുണ്ടാകുക. അങ്ങനെയുള്ള നിസ്കരിക്കുന്ന ആളുകൾക്ക് നാശം എന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തെ വിഭാഗം, നിസ്കാരത്തിൽ പാലിക്കേണ്ട വാജിബുകൾ, റുക്കുനുകൾ, ഏറ്റവും നിർബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ശുറൂത്തുകൾ, അതൊന്നും ശ്രദ്ധിക്കാതെ അതിൽ വീഴ്ച വരുത്തി നിസ്കരിക്കുന്ന ആളുകൾ. അത് നേരത്തെ നമ്മൾ പറഞ്ഞ ഔറത്തിന്റെ വിഷയമായിരിക്കും, അല്ലെങ്കിൽ അതിൽ അടക്കവും ഒതുക്കവും പാലിക്കാതെ നിസ്കരിക്കുന്ന സംഗതിയായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ, അഥവാ നിസ്കരിക്കുക 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 എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. എങ്ങനെയെങ്കിലും നിസ്കരിച്ച് തീർക്കുക എന്നുള്ളതല്ല, മറിച്ച് അത് ചെയ്യേണ്ട രീതിയിൽ. ഇഖാമത്തുസ്സല എന്ന് പറഞ്ഞാൽ തന്നെ, അഖീമുസ്സല എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ നിസ്കാരം നേരെ ചൊവ്വേ ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. നേരെ ചൊവ്വേ. ഇഖാമത്തുസ്സല എന്ന് പറഞ്ഞാൽ അതിൻ്റെ റുക്കുനുകളും അതിൻ്റെ ഷർത്തുകളും അതിൻ്റെ നിർബന്ധ ഘടകങ്ങളൊക്കെ പാലിച്ച് ഭക്തിയോടുകൂടെ കൃത്യമായിട്ട് നിസ്കരിക്കുക എന്നാണ് ശരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ സംഗതി, അതിലെ നിർബന്ധ ഘടകങ്ങൾ, വാജിബുകൾ, റുക്കുനുകൾ, ഷർത്തുകൾ, അതൊന്നും ശ്രദ്ധിക്കാതെ അതിൽ അശ്രദ്ധരായ ആളുകൾ, അതിൽ പലതും പാലിക്കുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള നിസ്കാരക്കാർക്ക് നാശം. അതുപോലെ നിസ്കാരം കൊണ്ട് അവർക്ക് ഒരു കാര്യം ഉണ്ടാവില്ല എന്നർത്ഥം. മൂന്നാമത്തെ വിശദീകരണം, തഫ്സീറുകളിലുള്ള മൂന്നാമത്തെ വിശദീകരണം, സാഹൂൻ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ അശ്രദ്ധരാകുന്നവർ. നിസ്കരിക്കും, അവന്റെ ശരീരം നിസ്കരിക്കണുള്ളൂ, മനസ്സ് നിസ്കരിക്കണില്ല. നിസ്കാരത്തിൽ അവന് ശ്രദ്ധ കിട്ടണില്ല. അവന് ശ്രദ്ധിക്കാൻ പലപ്പോഴും ശ്രമിക്കണം, വേറെന്തൊക്കെ ആലോചിക്കണം. നമ്മുടെ അടുക്കള ജോലിയെക്കുറിച്ച്, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച്, മക്കളെക്കുറിച്ച്. അങ്ങനെ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരം കൊണ്ട് കിട്ടേണ്ട സംഗതി കിട്ടൂല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ചില ആളുകൾ നിസ്കരിക്കും, പല ആളുകളും പല രീതിയിലാണ് ഉണ്ടാകുക. ചില ആളുകൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ 10ൽ 1 മാത്രമേ അവർക്ക് കിട്ടുള്ളൂ കൂലി. ചില ആളുകൾക്ക് പകുതിയേ കിട്ടുള്ളൂ, ചില ആളുകൾക്ക് 3ൽ 1 കിട്ടുള്ളൂ. പല രീതിയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിസ്കരിക്കുമ്പോൾ കാണുമ്പോൾ നമ്മൾ എല്ലാവരും നിസ്കരിക്കേണ്ടത്, പക്ഷെ അള്ളാന്റെ അടുക്കൽ നിസ്കാരത്തിന്റെ ദറജകൾ വ്യത്യാസമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്
അതിൽ പാലിക്കേണ്ട മര്യാദകളും അദബുകളും റുക്കുനുകളും വാജിബുകളും ഷർത്തുകളും അതിലെ ഭക്തിയും അവൻ എത്ര മനസ്സ് കൊടുക്കുന്നുണ്ട്, അവൾ എത്ര മനസ്സ് കൊടുക്കുന്നുണ്ട്, അതൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും നിസ്കാരത്തെ അള്ളാഹു പരിഗണിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ എണ്ണിയെടുത്ത് പ്രവാചകൻ പറഞ്ഞു, ഇതിലാദ്യം ഉയർത്തപ്പെടുന്നത് അമാനത്തായിരിക്കും, ഉത്തരവാദിത്വ ബോധം, അത് ഉയർത്തപ്പെടും. അവസാനം ഉയർത്തപ്പെടുന്ന സംഗതിയാണ് നിസ്കാരം. എന്നിട്ട് അവസാന കാലഘട്ടക്കാരുടെ നിസ്കാരത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ ഒരു മുന്നറിയിപ്പ്. അന്ന് ആൾക്കാർ നിസ്കരിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ വറുബ്ബ സ്വലാത്തിൻ വറുബ്ബ മുസല്ലിൻ വറുബ്ബ മുസല്ലിൻ, എത്ര നിസ്കാരക്കാരുണ്ടാകുമെന്ന്, ലഖൈറ ഫീഹ, അവരിൽ ഒരു നന്മയുണ്ടാവൂല. മനസ്സിലായോ? അവരിൽ ഒരു നന്മയുണ്ടാവൂല, ആ നിസ്കാരക്കാരിൽ ഒരു നന്മയുണ്ടാവൂല. അഥവാ അതൊക്കെ പേരിലുള്ള നിസ്കാരമായി മാറും. ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ നമ്മൾ നിസ്കാരം നിർവഹിക്കുകയാണ് എങ്കിൽ നമ്മുടെ നിസ്കാരം നമുക്ക് സമാധാനം തരും. നമ്മുടെ നിസ്കാരം നമ്മെ തിന്മകളിൽ നിന്ന് തടുത്തു നിർത്തും. നമ്മുടെ നിസ്കാരം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള അത്താണിയായി മാറും, നമുക്കുള്ള സമാധാനമായി മാറും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം. ഓക്കെ, ഇൻഷാ അല്ലാഹ് ശ്രദ്ധയോടുകൂടെ എങ്ങനെ നിസ്കരിക്കണം എന്നുള്ളത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ചർച്ചയിൽ കൊണ്ടുവരാം. റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പിന്നെ ജമാഅത്തിന്റെ സമയമായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് പിന്നെ എന്തെങ്കിലും കാരണവശാൽ വൈകി കയറിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വിട്ടുപോയ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ വിട്ടുപോയിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് അതിൻ്റെ റെക്കോർഡ് നമ്മൾ യൂട്യൂബ് ചാനലിൽ വരും, പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ വരും. അപ്പോൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ഏറ്റവും ഭംഗിയായി നിസ്കരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പ്രാർത്ഥന, എല്ലാ നിസ്കാരത്തിന് ശേഷവും നമ്മൾ ചൊല്ലേണ്ട, എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥന, അല്ലാഹുവേ അഴിന്നി അലാ ദിക്രിക്, അല്ലാഹുവേ നിന്നെ ഓർക്കാൻ എന്നെ സഹായിക്കണേ, വശുക്രിക് നിനക്ക് നന്ദി കാണിക്കാൻ എന്നെ സഹായിക്കണേ, വഹുസ്നി ഇബാദതിക് നിനക്ക് നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ, നല്ല രീതിയിൽ ഇബാദത്ത് നിർവഹിക്കാൻ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന. ഇതൊക്കെ മനസ്സറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും പഠിക്കുക. നിസ്കാരത്തിൽ പിന്നെ ഏറ്റവും ഭംഗിയായി നിസ്കരിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഇശ ഞാൻ ഏറ്റവും ഭംഗിയായി നിസ്കരിക്കും, അടുത്ത നിസ്കാരമാകുമ്പോൾ അത് ഞാൻ ഏറ്റവും ഭംഗിയായി നിസ്കരിക്കും എന്ന ഒരു തീരുമാനത്തോടു കൂടെ നമ്മൾ മുന്നോട്ട് പോകുക. തൗഫീക്കിന് വേണ്ടി റഹ്മാനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് ഈ ദർസിൻ്റെ ക്ലാസ്സുകൾ, ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും, ഇതിൻ്റെ പിന്നെ വീഡിയോ ക്ലാസ് നമ്മൾ ഗ്രൂപ്പിൽ വരുമ്പോൾ കുറേ ആളുകളിലേക്ക് അത് നമ്മൾ ഷെയർ ചെയ്യുക. കുറേ ആളുകൾക്ക് അവർ ദീന് പഠിക്കട്ടെ, അവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള ആശ്വാസമായി, സമാധാനമായി ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ഈ ദർസിൻ്റെ ക്ലാസ്സുകൾ ഓരോ ആളുകൾക്കും ജീവിതത്തിൽ വെളിച്ചം നൽകുന്ന, ഇഹലോകത്ത് സമാധാനവും പരലോകത്ത് രക്ഷയും നൽകുന്ന കാര്യങ്ങളായി മാറണമെന്ന ഇഖ്ലാസോടു കൂടെയാണ് നമ്മൾ ഈ ദർസിൻ്റെ ക്ലാസ് ആരംഭിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹെൽപ്പ് വേണം. നമ്മൾ പലതും സ്റ്റാറ്റസ് വെക്കാറുണ്ട്, പലതും ഷെയർ ചെയ്യാറുണ്ട്, ചിലപ്പോൾ നമുക്ക് ഒരു ഉപകാരമില്ലാത്ത സംഗതിയായിരിക്കും. ഇത് നമ്മുടെ ആഖിറത്തിലും നമ്മുടെ ഖബറിലൊക്കെ നമുക്ക് വെളിച്ചം കിട്ടുന്ന, നമുക്ക് സമാശ്വാസം നൽകുന്ന കാര്യമാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തും ഖൈറും വർദ്ധിപ്പിച്ച് തെരുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്ത് നിർവഹിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അല്ലാഹു തീർത്തു തരുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.